ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചാർട്ടിങ്ങിനെ പറ്റിയിട്ടാണ്. ചാർട്ടിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ഒരു 4-5 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്, ചാർട്ടിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ചോദിച്ചാണ്, ചാർട്ടിങ് ന്യൂ വേർഷൻ സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല, ഒന്ന് പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ വേർഷനാണ്, മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കമൻറ്റുകൾ വരില്ലേ, ഈ കമൻറ്റിനുള്ള റിപ്ലൈ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് വ്യൂസ് വളരെ കുറവാണ്. അതുകൊണ്ട് പിന്നെ നിർത്തിയതാണ്. എനിക്ക് ഒന്നോ ഒരു വർഷമോ 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നോർമലി ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റും. എന്തായാലും ഈ 2 കമൻറ്റ് ഇവിടെ ഉള്ളത്, അതിന് റിപ്ലൈ തന്നേക്കാം. ഒന്ന്, എങ്ങനെയാണ് സാറിനെ കോൺടാക്റ്റ് ചെയ്യാൻ മാർഗം, ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറുണ്ട്, എല്ലാ വീഡിയോയിലും ഉണ്ട്. ആ വാട്സപ്പിൽ കൂടെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, മ്യൂച്വൽ ഫണ്ട് NAVയിലുള്ള മാറ്റം സ്റ്റോക്കിലെ പോലെ അപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൽ കാണിക്കുമോ? ഇല്ല. മ്യൂച്വൽ ഫണ്ടിൽ ഒരിക്കലും ലൈവായിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV മാറുന്നില്ല. എല്ലാ ദിവസവും 6 മണിക്കാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV മാറുക. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേനും അന്ന് രാത്രിയോ പിറ്റേ ദിവസമോ ഒക്കെ ആവാറുണ്ട്. കാരണം 6 മണിക്ക് ഇത് മാറുന്നത് ആഫിയുടെ സൈറ്റിലാണ്, അല്ലെങ്കിൽ AMCയുടെ സൈറ്റിലും ആ ഒരു സമയത്തായിരിക്കാം മാറുന്നത്. ഇത് പല പ്ലാറ്റ്ഫോമിലേക്ക് വരട്ടെ. പക്ഷേ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ ലൈവായിട്ട് മാറില്ല. പിന്നെ അങ്ങനെ മാറുന്ന മ്യൂച്വൽ ഫണ്ടുണ്ട്, അതിൻ്റെ പേരാണ് ETF. ETF സാധാരണ സ്റ്റോക്കിൻ്റെ പ്രൈസ് മാറുന്നത് പോലെ തന്നെ മാറും. പക്ഷേ ETF ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ. എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെ പകരത്തിന് ETFs ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. ഇനി നമുക്ക് ചാർട്ടിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഗൂഗിൾ എടുക്കുക. ചാർട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ ആൻഡ്രോയിഡ് മൊബൈലിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. iOSൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, ആൻഡ്രോയിഡിൽ വന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനും ഇപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നേരത്തെ പഴയ വേർഷൻ ഉപയോഗിച്ചവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ charting.com, ചാർട്ട് എന്ന് ടൈപ്പ് ചെയ്തേ വന്നു. സ്പെല്ലിംഗ് അറിയാലോ, കറക്റ്റ് നോക്കുക സ്പെല്ലിങ്. അപ്പോൾ charting.com എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. ഏറ്റവും മുകളിൽ വരുന്ന ഫസ്റ്റ് ലിങ്ക് തന്നെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് കളറൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഇപ്പോൾ വരിക. ഇവിടെ താഴെ സ്കാൻ ചാർട്ട് ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൻ്റെ മുകളിൽ ചാർട്ട്, സ്ക്രീൻസ്, അറ്റ്ലസ് പ്രീമിയം, കോൺടാക്റ്റസ്, ഇത്രയും ഓപ്ഷനാണുള്ളത്. പുതിയതായിട്ട് ചാർട്ടിങ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഗിന്നോ അല്ലെങ്കിൽ സൈനപ്പെന്നോ എന്തെങ്കിലും കാണും, ഈ ഭാഗത്ത് കാണും കേട്ടോ. അത് ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക, ഒരു പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഓൾറെഡി ലോഗിനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി പറയുന്ന സംഭവങ്ങളൊക്കെ ലോഗിനായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കൂ. എൻ്റെ ഫ്രീ വേർഷനാണ്, ഇടയ്ക്ക് ഞാൻ പെയ്ഡ് വേർഷൻ ആക്കാറുണ്ട്. അതായത് ഈ പ്രീമിയം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെയ്ഡ് വേർഷൻ ആക്കാൻ പറ്റും. പെയ്ഡ് വേർഷൻ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജുകൾ കിട്ടും. ഇപ്പോൾ എൻ്റെ പെയ്ഡ് വേർഷൻ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. താഴെ സ്കാൻ ചാർട്ട് ട്രേഡ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് ഡേറ്റാസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോ ഡേറ്റയുടെ മുകളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴും നമുക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ റെഡിൻടണിൻ്റെ ആണ് ഇപ്പോൾ ചാർട്ട്, ഡെയിലി ചാർട്ടാണിത്. ഭയങ്കര ഒരു മൂവ്മെൻറ്റ് വന്നു അല്ലേ, 248, 250 നിന്ന് 277 ട്രേഡ് ചെയ്യുന്നു റെഡിൻടൺ. അപ്പോൾ 15% മുകളിൽ അപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കിട്ടും. ഈ ഒരു ചാർട്ട് വലുതാക്കാനായിട്ട് നമുക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കാണാം. ഇത് റെഡിൻടൺ അല്ല, മറ്റൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചാർട്ട് നമുക്ക് വളരെ വലുതാക്കാനായിട്ടും കാര്യങ്ങൾ സാധിക്കും. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇവിടെ ഡെയിലി ഉണ്ട്. ഡെയിലി എന്നുള്ളത് 1 മിനിറ്റ് അടക്കമുള്ള ചാർട്ടുകൾ അവൈലബിൾ ആണ്. ഫ്രീ വേർഷനിൽ 5 മിനിറ്റ് മുതലുള്ള ചാർട്ടാണ് അവൈലബിൾ ഉള്ളൂ. എന്നാൽ പെയ്ഡ് വേർഷനിൽ 1 മിനിറ്റ് മുതലുള്ള ചാർട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡെയിലി ആയിരുന്നു കിടന്നിരുന്നത്, ഇപ്പോൾ ഡെയിലി. പിന്നെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനും കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ മറ്റുള്ള ടൂൾസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോന്ന് തൊട്ടെടുക്കുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂർ പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പോകാം. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസ് ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഓരോ സ്റ്റോക്കിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചാർട്ട് ഇങ്ങനെ സൈഡിൽ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ചാർട്ടിന് താഴെയുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഈ ചാർട്ട് നമുക്കിങ്ങനെ വേണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ഷോ ചാർട്ട് പ്രിവ്യൂ. അത് ഓണാണ്, അത് ഓഫ് ആക്കിയിട്ടാൽ മതി. ഇപ്പോൾ അതായത് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു സംഭവം കാണാനായിട്ട് സാധിക്കില്ല. അതായത് ചാർട്ട് സൈഡിൽ വരില്ല.
ന്യൂ ഹൈയും ന്യൂ ലോയും കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ അപ്പാണോ അല്ലെങ്കിൽ ഡൗൺ ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള സംഭവമാണ്. ഇനിയിപ്പോൾ സെക്ടർ ചേഞ്ച്, ഒരു വർഷത്തെ സെക്ടർ ചേഞ്ച് കാര്യങ്ങൾ, അതിൽ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലില്ല. ഈ ഫിൽട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിനൊന്നുമില്ല. എല്ലാത്തിനും ആ ഫിൽട്രേഷൻ സിമ്പൽ ഉണ്ട് കേട്ടോ. ഓട്ടോ റിഫ്രഷ് നടക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. പക്ഷേ അത് പ്രീമിയം ഫീച്ചറാണ്, അത് പ്രീമിയത്തിന് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് നടക്കില്ലെങ്കിലും ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി റിഫ്രഷ്, നമുക്ക് ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ മാനുവലായിട്ട് റിഫ്രഷ് ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്ത് കളർ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഡാർക്ക് തീമിലാണ് കിടക്കുന്നത്, പിന്നെ സിസ്റ്റം തീം, പിന്നെ ലൈറ്റ് തീം. ലൈറ്റ് തീമിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള കളർ ബാക്ക്ഗ്രൗണ്ടിൽ കാണും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു തീം ഇടുക. ഇവിടെ മന്ത്ലി സെക്ടർ റൊട്ടേഷൻ കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്തിട്ട് വലുതാക്കി അല്ലെങ്കിൽ ഡൗൺലോഡൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു വിൻഡോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത്രേ ഉള്ളൂ അല്ലേ. വലുതാക്കാം. അത്ര സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ ഇവിടെ ഈ കളർ വെച്ചിട്ടൊക്കെ ഏത് സെക്ടറാണ് കൂടുതൽ പോയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കെന്തായാലും ഈ വിൻഡോയിൽ നിന്ന് പുറത്തോട്ട് വരാം. അപ്പോൾ ലൈറ്റ് തീം ഞാൻ ഡാർക്ക് ആക്കാൻ പോവാണ്. എനിക്ക് ഡാർക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അറ്റ്ലസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്, അറ്റ്ലസ്. ഇനി നമുക്ക് സ്ക്രീൻസിൽ വന്നു കഴിഞ്ഞാൽ സ്ക്രീനറിൽ പോവും. പിന്നെ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ചാർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ചാർട്ടിലൊന്ന് പോയിക്കോട്ടെ. ഇപ്പോൾ ചാർട്ടുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റോക്കിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റോക്കാണോ, ഇപ്പോൾ റിലയൻസ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ഏത് സ്റ്റോക്കാണോ ഇഷ്ടമുള്ളത് ആ സ്റ്റോക്ക് നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാനും ഇവിടെ ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും മറ്റുമൊക്കെ സാധിക്കും. ഇനി ഞാനൊന്ന് ബാക്ക് അടിക്കുകയാണ്. നമ്മൾ ചാർട്ടിലാണ് പോയതല്ലേ. ചാർട്ടിൽ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കും ഉണ്ട്, P&F ഉണ്ട്. P&F എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാർട്ടാണ്. അതായത് ഇത് പഴയ മോഡൽ പോലെയുണ്ട്, പക്ഷേ ഈ ചാർട്ടിൻ്റെ ഈ ഒരു സാധനം വേറെയാണ്, ഈ ഒരു ഇൻ്റർഫേസ്. അത് മാറ്റാനായിട്ട് ഇവിടെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും അതിലേക്ക് പോകുന്നില്ല. ഇത് ഞാൻ നോക്കിയിട്ടില്ല, അധികം നോക്കിയിട്ടില്ല. പുതിയ ഇതിപ്പം ഈ ഇൻ്റർഫേസ് പഴയ വേർഷനാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പം ഞാൻ നേരെ ഡാഷ്ബോർഡിലേക്ക് പോയി. ഓക്കെ, ഇവിടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ സ്ക്രീനേഴ്സ് ആണല്ലേ, സ്ക്രീനേഴ്സിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ എല്ലാം കഴിയുമല്ലോ. സ്ക്രീനേഴ്സിൽ പോയി കഴിയുമ്പോൾ ഒരുപാട് സ്ക്രീനേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫണ്ടമെൻ്റൽ സ്കാൻസ്, ടോപ്പ് ലൗഡ്, ക്യാൻഡിസ്റ്റിക് പാറ്റേൺ സ്കാൻസ്, ഇങ്ങനെ ഒരുപാട് സ്കാൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. റേഞ്ച് ബ്രേക്കൗട്ട്, പൊട്ടൻഷ്യൽ ബ്രേക്കൗട്ട്, NR7, നാരോ റേഞ്ച്, അങ്ങനെ ഒരുപാട് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ബുള്ളിഷ് സ്കാന്, ബീറിഷ് സ്കാന്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നോക്കുക കേട്ടോ. കാരണം അപ്ഡേഷൻ വന്നതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പഴയതിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയത് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇൻട്രാഡേ ബീറിഷ് സ്കാന്, ഇൻട്രാഡേ ബുള്ളിഷ് സ്കാന്, പിന്നെ ക്രോസ് ഓവർ തന്നെ കുറേ സാധനങ്ങളുണ്ട്. മൂവിങ് ആവറേജ് ക്രോസ് ഓവർ ഉണ്ട്, ചാർട്ട് ലിങ്ക്, പിന്നെ F&O സ്റ്റോക്സ്, ബുള്ളിഷ് ട്രെൻഡ് സ്കാനർ, മൂവിങ് ആവറേജ് പ്ലസ് ADX പ്ലസ് MACD. പ്രഭു എന്ന് പറയുന്ന ആളാണിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ നോക്കുക. ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കിടക്കുവാണ് കേട്ടോ, കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം കിട്ടും. പ്രൈസിന് നിയർ VWAP, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ കിട്ടും. പിന്നെ ഇത് RSIയുടെ വന്നിരിക്കുന്ന ഡെയിലി RSI, ഓവർസോൾഡ്, ഓവർബോട്ട്, ബൈ 100% അക്യുറസ്. ഇത് ഈ 100% ഒന്നും നോക്കല്ലേ, ഇതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യുന്ന സ്കാനറാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലവ് ചെയ്തിട്ടുള്ള, അതായത് നമുക്ക് സ്ക്രീൻ ലവ് ചെയ്യാനായിട്ട് ഇഷ്ടം കാണിക്കാനായിട്ട് സാധിക്കും, അങ്ങനെ കാണിച്ചിട്ടുള്ള സ്ക്രീൻസാണ് ഇവിടെ വരുന്നത്. എന്തായാലും നോക്കിക്കോളൂ. F&Oൻ്റെ ഒക്കെ അങ്ങനെ ലവ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കണ്ടോ, ഈ സംഭവങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ്, എന്നെ തെറി വിളിക്കാതെയുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനും ശ്രമിക്കുക കേട്ടോ. കാരണം എനിക്കറിയില്ല, ഇത് ചാർട്ടിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞല്ലോ 1.5 വർഷമോ 2 വർഷമോ മുമ്പ് നമ്മൾ ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളിത് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ലൈക്കൊക്കെ ചെയ്ത് നല്ല ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് കൂടുതൽ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. അത്യാവശ്യം ബ്രോഡ്ലി ആയിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. രണ്ടാമത്തെ വേർഷൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അതുപോലെ നമ്മുടെ പരസ്യങ്ങൾ അതിലേക്ക് കിടക്കാം അല്ലേ. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഏഞ്ചൽ വണ്ണ്, അസറ്റ് പ്ലസ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോക്സ്, ഈ 3 ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അസറ്റ് പ്ലസ്സിൽ മാത്രം അക്കൗണ്ട് എടുത്താൽ മതിയാവും. സ്റ്റോക്ക്, ETF, മ്യൂച്വൽ ഫണ്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്
ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കുക. ഇനി നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലൊന്നും ചെയ്യുന്നില്ല, സ്റ്റോക്കും മറ്റും ഒക്കെയാണ് ചെയ്യുന്നുള്ളൂ, ETF ഒക്കെ ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് എടുക്കാം. അപ്പോൾ റെക്കമെൻഡേഷൻ കാര്യങ്ങൾ ഒഴിച്ചുള്ള നമ്മുടെ സപ്പോർട്ടൊക്കെ കിട്ടുന്നതാണ്. കാരണം ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷൻ കാര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു ഇതില്ല. എന്നാൽ പോലും നല്ലൊരു സംഭവങ്ങൾ കാണും, നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ ഞാൻ പറയാറുണ്ട്. റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് ഞാൻ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങളിങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട് എടുത്തവരാണെങ്കിലും ഒരു കാര്യം അവർക്ക് അറിയില്ല എങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഒരു ഹെൽപ്പിംഗ് ഇതിൽ നമ്മളുണ്ടാവും കൂടെ. ഓക്കെ, നിയമത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് കുഴപ്പമില്ല, ഞാനൊരു ആഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. മ്യൂച്വൽ ഫണ്ട് എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ കാര്യങ്ങൾ അനുസരിച്ചിട്ട്. അപ്പം ഇങ്ങനെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തവർ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ. ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, ജോയിൻ ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോസ് വേണമെങ്കിൽ യൂട്യൂബിൽ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്താൽ മതി. നല്ലതാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്തത് നമ്മൾ ഈ ജോയിൻ ബട്ടണിൽ ഒരാൾ കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാനത് കമൻറ്റ് കണ്ടപ്പോഴേ ഓർത്തു, അദ്ദേഹത്തിന് അത് അറിയില്ലാത്തതുകൊണ്ടാണല്ലോ എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു. അങ്ങനെയാണ് 2 ദിവസം താമസിച്ചാലും നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻസ് കാര്യങ്ങൾ കിട്ടിയില്ലേ. അപ്പോൾ ഇത് ഡിഫാൾട്ടായിട്ട് ഉള്ള ഒരു സ്ക്രീനറാണ് ഇതിൽ കുറേ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഓരോന്നും നമ്മൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ MACDയുടെ ഒരു സംഭവമുണ്ട് ഇവിടെ. പിന്നെ ADXൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ADX അറിയാമല്ലോ, ADX സ്ക്രീനർ. ഇത് നമ്മളൊരു 4-5 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ADXൻ്റെ ഒരെണ്ണം. പിന്നെ MACD നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പാരാമീറ്റേഴ്സ്, SMA എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു സ്ക്രീനറാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്സ് കാണാൻ പറ്റും. അപ്പോൾ ചോളാഫിൻ്റെ ആണ് ഫസ്റ്റ് 3.4% അപ്പായിട്ട്. അപ്പോൾ ഇതൊരു ബുള്ളിഷ് സ്ക്രീനറാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ഇത് പഴയ വിൻഡോയാണ്, ഇതിൻ്റെ പഴയ വിൻഡോ ആണ്, പുതിയ വിൻഡോ അല്ല. അപ്പോൾ അത് ചിലപ്പോൾ പുതിയ വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അല്ലേ. നമുക്കിവിടെ എന്തെങ്കിലും ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസിൽ നോക്കിയാൽ മതി. ഞാനിപ്പോൾ നോക്കിയിട്ട് ഓപ്ഷൻസ് കാണുന്നില്ല. നമ്മൾ ഓൾറെഡി ചാർട്ട് തെളിഞ്ഞ് വരണ്ട എന്ന രീതിയിൽ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുക, ഇപ്പോൾ ലവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മോസ്റ്റ് ലൗഡ് സ്ക്രീനറിൽ ഒരു സ്ക്രീനറാണിത്. ഇവിടെയാണ് ഇപ്പോൾ 1990 പീപ്പിൾ ഈ ഒരു സ്ക്രീനർ ലവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ലവ് ചെയ്യാനായിട്ടുള്ള, നോക്കട്ടെ ലവ് ആയോ ഇല്ലയോ എന്നറിയില്ല. ഓക്കെ, അങ്ങനെ ഓപ്ഷനുണ്ട്. മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി ചെയ്യാൻ ലവ് ചെയ്യണമെങ്കിൽ മോറിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. മോറിൽ ക്ലിക്ക് ചെയ്താലേ ലവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ മോളിൽ ക്ലിക്ക് ചെയ്താൽ പറ്റില്ല. അതൊക്കെ പുതിയ വേർഷൻ്റെ ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ മോറിൽ ക്ലിക്ക് ചെയ്തു. മോണിറ്റർ ഓൺ ഡാഷ്ബോർഡ് എന്താണാവോ അതൊന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഡാഷ്ബോർഡിലേക്ക് ആഡ് ചെയ്യാനാണ് ക്രിയേറ്റ് സ്കാൻ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, നമുക്കിപ്പോൾ ആവശ്യമില്ല, അത് ബാക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ സ്ക്രീൻസ് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. ഇനി ബാക്ക് ടെസ്റ്റ് റിസൾട്ട് അതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, താഴെ അറിയാൻ പറ്റും. ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ആ സാധനങ്ങൾ ഇതിലിങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോ ഡേറ്റിലൊക്കെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ നോർമലി അത് നോക്കാറില്ല. പിന്നെ റൺ സ്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കാൻ റൺ ആകും. അപ്പോൾ സ്റ്റോക്കുകൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും. ഈ റൺ സ്കാന് നമ്മളൊരു പ്രീമിയം വേർഷൻ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി റൺ ആവില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഞെക്കുക. അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. മണപ്പുറമൊക്കെ നല്ല രീതിയിൽ പോവുകയാണല്ലേ. അടിവെച്ച് കയറി 52 വീക്ക് ഹൈ എവർ ഹൈയിലാണ് മണപ്പുറം നിൽക്കുന്നത്. ഇനി മണപ്പുറം എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓർത്ത ഒരു 120 ലെവൽ, അവിടെ നിന്ന് അത് 90 ലെവലിലേക്ക് പോയി. ഇൻസൈഡർ ബൈങ് വന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ 295 നിൽക്കുന്നത്. ഞാൻ 120 വാങ്ങിയിട്ട് 100 കണ്ട് ഇറങ്ങി ഓടിയതാണ്. അത് 90 കുറച്ച് താഴെ പോയായിരുന്നു, അവിടെ നിന്ന് കയറി പോന്ന മണപ്പുറം. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലമൊക്കെ ആയിരിക്കും. ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കഥകൾ ഓരോ സ്റ്റോക്കിലുണ്ട്. ഇപ്പോൾ മുത്തൂറ്റ് 2956 നിൽക്കുന്നു. ഇപ്പോൾ സ്വർണ്ണപ്പണയാണല്ലോ ഇവരുടെയൊക്കെ പരിപാടി. ഇത് ഞാൻ 400 താഴെ മേടിച്ചിട്ട് 460 വിറ്റ സാധനമാണ്, പിന്നെ മേടിച്ചായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും നമ്മൾ മറക്കില്ല, ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ കോൾ ഇന്ത്യ നല്ല രീതിയിൽ ഡിവിഡൻഡ് വരുന്ന സ്റ്റോക്ക്. അപ്പോൾ ഓരോ സ്റ്റോക്കിനും ഓരോ കഥയുണ്ടാവും. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഇവിടെ ആഡ് ഓർ റിമൂവ് കോളംസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഈ കോളംസ് നമുക്കിവിടെ കാണാൻ പറ്റും. വോളിയം ഉണ്ട്, ഇവിടെ പ്രൈസ് ഇവിടെയുണ്ട്, ചേഞ്ച് പ്രൈസ് ഉണ്ട്, ലിങ്ക്, പിന്നെ സിമ്പൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ഫോം, ഇവിടെ അതിൻ്റെ ഫുൾ ഫോമും ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അസെൻഡിങ്ങും ഡിസെൻഡിങ് ഓർഡർ പ്രൈസ് ലെവലിൽ, അതായത് പേഴ്സൻറ്റേജ് ലെവലിൽ, പ്രൈസും അല്ല പേഴ്സൻറ്റേജ് ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞിട്ടുള്ള പേഴ്സൻറ്റേജ് മൂവ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മുന്നിൽ വരും, മുകളിൽ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടിയ പേഴ്സൻറ്റേജ്, അതായത് രണ്ടിനും ഒരേ ബട്ടൺ തന്നെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ. ഇനി പ്രൈസ്, കൂടിയ പ്രൈസും കുറഞ്ഞ പ്രൈസും തമ്മിലുള്ള സ്റ്റോക്കുകൾ കിട്ടണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടിയ പ്രൈസുള്ള 4060 രൂപയുടെ കമിൻസിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ. കുറഞ്ഞ പ്രൈസുള്ള സ്റ്റോക്കുകളാണ് കിട്ടണമെങ്കിൽ 170 രൂപ വിലയുള്ള ടാറ്റ സ്റ്റീലാണ്. വോളിയം, ഏറ്റവും കൂടുതൽ വോളിയമുള്ള സ്റ്റോക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ടാറ്റ സ്റ്റീലിലാണ് ഏറ്റവും കൂടിയ വോളിയം 50,000 49,358 ലക്ഷം. ഏറ്റവും കുറഞ്ഞ വോളിയമുള്ള സ്റ്റോക്കാണ് വേണ്ടതെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസ് ആണ് 1,40,057. അപ്പോൾ അതിവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെയും അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ എടുക്കാൻ പറ്റും. ഇനി സിമ്പിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ എടുക്കാൻ പറ്റും. ABCD, അതായത് ആൽഫബറ്റ് വെച്ചിട്ട്. ഇപ്പോൾ എയിൽ തുടങ്ങുന്ന സ്റ്റോക്കുകൾ ഇങ്ങനെ വരും, അങ്ങനെ താഴേക്ക് വരും. ഇനിയിപ്പോൾ ലാസ്റ്റ് എടുക്കണമെങ്കിൽ ഇസഡ് മുതൽ പുറകോട്ട്, അപ്പോൾ V ആണ്, വോൾട്ടാസ് ആണുള്ളത്, അപ്പോൾ അത് തൊട്ട് താഴേക്കുള്ള സ്റ്റോക്കുകൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഫാൾട്ടായിട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുള്ള, അതിൽ കൂടുതൽ അപ്സൈഡിലേക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും ഏറ്റവും മുകളിൽ വരിക. താഴേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേജുകളുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പേജുകളില്ല, ഒരു പേജിൽ 25 സ്റ്റോക്കുകളാണ്. ഇവിടെ 15 സ്റ്റോക്കുകളെ മൊത്തം വന്നിട്ടുള്ളൂ. ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഈ 15 സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പേജിൻ്റെ ആവശ്യമില്ല. ഫിൽറ്റേഡ് 15 സ്റ്റോക്സ് 1 to 15 നമുക്കിവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ക്രീനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇത് ഇവിടെ തന്നെ ഉണ്ടല്ലോ, പക്ഷേ ഇത് സേവ് ചെയ്തിട്ട് ഇതിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ നോക്കട്ടെ. അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണുന്നില്ല. നേരത്തെ അതങ്ങനെ മാറ്റാമായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒരു പരിപാടി ചെയ്യാം. ഇവിടെ കുറേ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ റെഡ് കളറിലുള്ള ഒരു ഇത് കോപ്പി ഗ്രൂപ്പ് ടു ക്ലിപ്പ് ബോർഡ് എന്നാണ്. ഇത് കോപ്പി ചെയ്യാൻ നമുക്ക് പറ്റും. കോപ്പി ചെയ്തിട്ട് ഈ സാധനം തന്നെ നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കോപ്പിയാണ്, ഇത് കോപ്പിയാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഈ നീല കളറിലുള്ള ബട്ടൺ ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ നീല കളറിലുള്ള ഈ ബട്ടണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിലുള്ള അതേ വരി തന്നെ താഴേക്ക് വരും. എന്നിട്ട് ഈ വരിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ അത് ഇപ്പം പറയണ്ടല്ലോ അല്ലേ, പിന്നെ പറയാം. ഞാനത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്ക്രീനർ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഉപയോഗത്തിന് ഇപ്പോൾ കോപ്പി ചെയ്യണമെങ്കിൽ ഞാനിതാ ഇവിടെ കോപ്പി കൊടുത്തു. ഇനി ഓക്കെ കൊടുത്തു. ഇനി ചാർട്ടിങ്ങിൻ്റെ ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കണ്ടോ ഇവിടെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വരികയാണ്. ഞാൻ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ എൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്, സ്ക്രീന് വെച്ചിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. എന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 21 പേജ് ഉണ്ട്. 21ാമത്തെ ഏറ്റവും അവസാനത്തെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2019 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീനർ ഇവിടെയുണ്ട്. അത് NR7 NR4 എന്ന് പറയുന്ന ഒരു സ്ക്രീനറാണ്. അതായത് നാരോ റേഞ്ച് ബ്രേക്ക് ഔട്ട് സ്ക്രീനറാണിത്. ഓക്കെ, തലേ ദിവസത്തെയാണ്. അതായത് 2019 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കുകൾ, ഗ്യാപ്പ് ഡൗൺ, വളരെ ഈസി ആയിട്ടുള്ള സ്ക്രീനേഴ്സ്, അതിൻ്റെ സ്ക്രീനർ. പിന്നെ ADX POS നെഗറ്റീവ് ഗ്രേറ്റർ ദാൻ 40, അപ്പോൾ ADX. പിന്നെ ADX ബൈ സിഗ്നൽ ഡെയിലി. പിന്നെ 1 അവർ ബിയറിഷ് F&O സ്റ്റോക്സ്, ഗ്യാപ്പ് ഡൗൺ, അങ്ങനെ അതൊക്കെ പണ്ട് ഈ 2019 ക്രിയേറ്റ്, പിന്നെ അന്ന് തൊട്ട് 2025 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻ വരെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു സാധനം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ക്രിയേറ്റ് ന്യൂ സ്കാനർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സംഭവം പേസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ പേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് കോപ്പിയാണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അവിടെ ഞാൻ കർസർ വെച്ചപ്പോൾ തന്നെ പേസ്റ്റ് കോപ്പീഡ് ഫിൽറ്റേഴ്സ് ഓർ ഗ്രൂപ്പ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ആ കോപ്പി ചെയ്ത് വെച്ചിരുന്ന സ്ക്രീനർ എന്ത് ചെയ്തു, ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ കാണാത്ത ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സേവ് സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ സേവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു പേര് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇതേ പേര് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. F&O ന്യൂ യൂട്യൂബിൽ നിന്ന് കൊടുക്കുക. ഞാൻ യൂട്യൂബിൽ നിന്ന് കൊടുക്കുന്ന പിന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നുള്ള ഇതിന്. അപ്പോൾ ഇത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് ആ പേര് തന്നെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്ത്, ആ പേരോ അല്ലെങ്കിൽ വേറെ പേരുകളോ, ഇപ്പോൾ വേറെ ഒരു പേര് ന്യൂന്നോ എന്തെങ്കിലും ഞാൻ
നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ABCD ഞാൻ ചുമ്മാ ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സെലക്ട് സ്കാൻ കാറ്റഗറി ഉണ്ട്, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സബ്മിറ്റ് കൊടുത്താൽ മതി. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനർ നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് കണ്ടോ, ഡാഷ് ബോർഡ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡാഷ് ബോർഡിലേക്ക് കണ്ടോ കൊടുത്തിരിക്കുന്നുണ്ടോ വന്നു. ഇനിയിപ്പോൾ അതിലുള്ള സ്റ്റോക്കുകൾ കിട്ടണമെങ്കിൽ അതിൽ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എന്താ, അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യാനും അതാണ് അദ്ദേഹം ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പം അതും കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിപ്പിക്കാനുണ്ട്. ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റും ബീറ്റഡ് ഡൗൺ ആൻഡ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ്, ഇത് ഞാൻ പണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വാച്ച് ലിസ്റ്റാണിത്. അപ്പോൾ ഈ വാച്ച് ലിസ്റ്റിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും, സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. ഞാനത് പിന്നീട് കാണിക്കാം. ഈ ലിസ്റ്റുകളൊക്കെ നമുക്ക് എക്സലിലേക്കോ CSVയിലേക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സലിലേക്ക് ഇതാ ഡൗൺലോഡ് ഞാൻ ചെയ്തു, വാച്ച് ലിസ്റ്റ് സ്റ്റോക്കുകൾ ഡൗൺലോഡ്. ഇത് വാച്ച് ലിസ്റ്റ് സ്റ്റോക്കുകൾ മാത്രമല്ല, നമുക്ക് ഇതിലെ പല കാര്യങ്ങളും ഈ എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ആണ് കേട്ടോ. ഇപ്പോൾ screener.inലൊക്കെ അത് പെയ്ഡാണ്, പക്ഷേ ഇവിടെ അത് നമുക്ക് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് തന്നെ നമുക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്യാനായിട്ടും കാര്യങ്ങളുമൊക്കെ സാധിക്കും. കണ്ടോ സാധിക്കും. എന്നിട്ട് ഇതിൽ ബാക്കി ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇതിൽ ഏത് സ്ക്രീനറും നമുക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു സ്ക്രീനർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാഷ്ബോർഡിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വാച്ച് ലിസ്റ്റിലാണ് നിൽക്കുന്നത്. പിന്നെ അലേർട്ട്, പ്രൊഫൈല്, ഈ അലേർട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം, പ്രീമിയം എടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ എത്രയാണ് ചാർജ് എന്ന് ഓർക്കുന്നില്ല. പണ്ട് 780 രൂപയൊക്കെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ നാളായി. ഇപ്പോൾ എടുക്കുന്നില്ല, എത്രയാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. നിങ്ങൾ കയറി നോക്കിയാൽ മതി. അപ്പം ഞാൻ വീണ്ടും ഈ സ്കാൻസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മാനേജ് ഗ്രൂപ്പുണ്ട്, ക്രിയേറ്റ് ന്യൂ സ്കാനറുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്രൂപ്പ് വഴിയൊക്കെ ആയിട്ട് ഇതാക്കാൻ പറ്റും. ആഡ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് കാറ്റഗറി, ഇപ്പോൾ F&Oയ്ക്ക് ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ അത്, ഇക്വിറ്റിക്ക് വേറെ ഒരു ഗ്രൂപ്പാണെങ്കിൽ അത്, അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് കാറ്റഗറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുതിയ ഓപ്ഷനാണ് കേട്ടോ, പണ്ടില്ലായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ക്രിയേറ്റ് ന്യൂ സ്കാനർ കൊടുക്കാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കുറേ സാധനങ്ങൾ ഡിഫാൾട്ടായിട്ട് വരുന്നുണ്ട്. മാജിക് ഫിൽറ്റർ എന്ന് പറയുന്ന സംഭവം വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സ്ക്രീനർ വരും. ഇത് ഞാൻ അധികം പരീക്ഷിച്ചിട്ടില്ല, പുതിയ ഓപ്ഷനാണ്. ഇത് വേണമെങ്കിൽ പിന്നീട് പരീക്ഷിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കിട്ടുന്നുള്ളത് കൊണ്ട് ഞാനിത് പരീക്ഷിച്ചിട്ടില്ല. എന്നാൽ പോലും ദാ ഇവിടെ കണ്ടോ, സൂപ്പർ ട്രെൻഡും MACDയും പോസിറ്റീവായിട്ടുള്ള സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രേറ്റർ ദാൻ 20% മുകളിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ ഉള്ളത് കിട്ടണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഹാമർ ക്യാൻഡിൽസ്റ്റിക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റോക്ക് സെറ്റ് 52 വീക്ക് ഹൈ, 52 വീക്ക് ഹൈയിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ കിട്ടണമെങ്കിൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. ഞാനങ്ങനെ നോക്കിയിട്ടില്ല, എന്തായാലും ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ സൂപ്പർ ട്രെൻഡിൻ്റെയാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. സൂപ്പർ ട്രെൻഡും MACDയാണ്. അപ്പോൾ അതിൻ്റെതാ സാധനം താഴെ വന്നു കണ്ടോ, സാധനം താഴെ വന്നു സ്ക്രീനർ. ഇനിയിപ്പോൾ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കാണിച്ചിട്ടുണ്ട് സേവ് ചെയ്യാൻ. റണ്ണ് ചെയ്യാൻ ഓൾറെഡി റണ്ണിങ് ആണിത്. അതിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ കൊത്താരി പ്രോഡക്റ്റൊക്കെ 20% കയറിയിട്ടുണ്ട്. ഇവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അവന് വർഷത്തിൽ 2-3 പ്രാവശ്യം 20% കയറും, പിന്നെ താഴേക്ക് പോകും. ഓക്കെ, അപ്പം രവീന്ദർ ഹൈറ്റ്സ്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. സൂപ്പർ ട്രെൻഡ് ബൈ സൈഡിൽ നിൽക്കുന്നത്, MACD ബൈ സൈഡിൽ നിൽക്കുന്നതുമായിട്ടുള്ള സ്ക്രീനറാണ് അത്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അത് കളയാൻ പറ്റും. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്താണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ എന്താണ് പറയുക, മൂവിങ് ആവറേജിൻ്റെ ഒരു ക്രോസ് ഓവറുള്ള അല്ലെങ്കിൽ 200 മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ വേണം എന്ന് നോക്കി. SMA വേണോ EMI വേണോ എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. SMA ആണെങ്കിൽ SMA എന്ന് ടൈപ്പ് ചെയ്താൽ മതി. SMA അറിയാലോ, സിമ്പിൾ മൂവിങ് ആവറേജ്. EMI എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. അപ്പോൾ അതാണ് വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്യും. നോർമലി നമ്മൾ ഈ 2 ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ EMI ഇവിടെ 20 എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു ലെസ് ദാൻ കൊടുത്തു. ലെസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ ഓർ ലെസ് ദാൻ ഈക്വൽ ടു കിട്ടും, അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു കൊടുക്കാം. ഇനി ഇവിടെ ക്ലോസ് എന്ന് കൊടുക്കുക. ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന CMP എന്നും പറയാം കേട്ടോ. ഇവിടെ CMP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചാർട്ടിങ്ങിലില്ല.
കറണ്ട് മാർക്കറ്റ് പ്രൈസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷനാണുള്ളത്. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് മാർക്കറ്റ് ക്ലോസ് ആയെങ്കിൽ ആ ക്ലോസിങ്ങിലുള്ള പ്രൈസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിപ്പോൾ ഡെയിലിയാണ്. ഇവിടെ ഡെയിലിയിൽ നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ എഴുതിയേക്കുന്ന എന്താണ്, EMA 200 അത് ഡെയിലിയാണ്, ക്ലോസിംഗ് ബേസിലുള്ള EMA ആണ്. അത് അങ്ങനെ ഓപ്പൺ ബേസിലുള്ളതുകൊണ്ട് ക്ലോസിംഗ് ഉണ്ട്. നോർമലി ഉപയോഗിക്കുന്ന ക്ലോസ് ആണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. 4 കാറ്റഗറി ഉണ്ട്. അത് EMAയിൽ തന്നെ, EMAയിലും SMAയിലും ഉണ്ട്. പിന്നെ ഈ 20 എന്നുള്ളത് മൂവിങ് ആവറേജ് ആണ്, 20 ഡേയ്സ് ആണ്. അപ്പോൾ ഞാനത് 200 ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കൊടുക്കുക, ആ 20യുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ 200 കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ 200 ഡേ മൂവിങ് ആവറേജ് പ്രൈസിനെ കഴിഞ്ഞും താഴെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്ലോസ് ആണ്. അപ്പോൾ ക്ലോസിംഗ് പ്രൈസിനെ കഴിഞ്ഞും താഴെയാണ്, അല്ലെ ക്ലോസിംഗ് പ്രൈസിന് തുല്യമാണ് എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് മൂവിങ് ആവറേജ് താഴെയും പ്രൈസ് മുകളിലുമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മൂവിങ് ആവറേജിന് മുകളിലാണ് പ്രൈസ് എന്നുള്ളതാണ്. ഇതേ സാധനം തന്നെ മറ്റൊരു രീതിയിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, അത് ഈ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ക്ലോസ് ആദ്യം കൊണ്ടുവരിക. ക്ലോസ് ഗ്രേറ്റർ ദാൻ, അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏതെങ്കിലും ഒന്ന് മതി. എന്നിട്ട് EMA എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഇവിടെ 20 ആണ്, അത് 200 കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ സാധനമാണ്. ഇത് രണ്ടും ഒരേ സാധനം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഞാൻ ആദ്യത്തെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഒന്ന്, ഈ രണ്ടാമത്തെ സാധനവും ആദ്യത്തെ സാധനവും ഒരേ സംഭവം തന്നെയാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നാണ്. ഇനി റൺ സ്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റോക്കുകൾ കിട്ടും അല്ലേ. ഇങ്ങനെ സ്റ്റോക്ക് കിട്ടും. നമ്മൾ AMD ഇൻഡസ്ട്രീസ്, ഓക്കെ, AMDയിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ മൂവിങ് ആവറേജ് കാണുന്നില്ല, പകരം സൂപ്പർ ട്രെൻഡ് മാത്രമാണ് ഈ ഒരു ചാർട്ടിൽ കാണുന്നത്. അപ്പോൾ മൂവിങ് ആവറേജ് കാണാനായിട്ട് ഇവിടെ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ 20യും 10ഉം കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ടിക്ക് കാണുന്നില്ലേ, ഈ നീല കളർ ടിക്ക് കാണുന്നില്ലേ. അപ്പോൾ ആ ടിക്ക് ഇവിടെയും നമുക്ക് ടിക്ക് കൊടുക്കാം. ഇവിടെ 15 എന്ന് കിടപ്പുണ്ട്, അവിടെ 200 എന്ന് കൊടുക്കുക. ഈ സിമ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് എക്സ്പൊണൻഷ്യൽ എന്ന് കൊടുക്കുക. ക്ലോസിംഗ് ബേസിലാണ് എന്നുള്ളത് ഇവിടെ കാണാം. ഇത് ഞാൻ പറഞ്ഞില്ലേ 4 കാറ്റഗറി ഉണ്ടെന്ന്, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, ഇങ്ങനെ 4 നോട്ട്. നോർമലി ക്ലോസ് ആയിരിക്കും. ഇപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അപ്ഡേറ്റ് ചാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ഡേ മൂവിങ് ആവറേജിൻ്റെ വര ഈ ഇങ്ങനെ മുകളിൽ കാണാൻ പറ്റും. ഇന്നാണ് അത് മുകളിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 200 ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് അല്ലേ, AMD ഇൻഡസ്ട്രീസിൻ്റെ ഇന്നത്തെ. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമുക്ക് കിട്ടി. അപ്പോൾ 200 ഡേ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഇതാണ്, അത് ഓരോ മൂവിങ് ആവറേജ് ഏതൊക്കെയാണെന്ന് ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിവിടെ ആ 20യും 10ഉം ഒഴിവാക്കുന്നു. ഇനി അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 200 ഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പച്ച സംഭവം സൂപ്പർ ട്രെൻഡാണ്. അത് ഞാനിവിടെ സൂപ്പർ ട്രെൻഡ് RSI ഉണ്ട്. RSI നമുക്ക് ഈ താഴെ കാണാൻ പറ്റും. RSI ഇത് ഡിസേബിൾ ചെയ്യാനായിട്ടും ഇപ്പോൾ എനേബിളാണ്, ഡിസേബിൾ ചെയ്യാനായിട്ട് ടിക്ക് മാറ്റി അപ്ഡേറ്റ് ചാർട്ട് കൊടുത്ത് RSI പോയത് കാണാൻ പറ്റും. ഇനി സൂപ്പർ ട്രെൻഡ് ഇത് എനേബിളായിട്ട് കിടപ്പുണ്ട്. അൺടിക്ക് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ട്രെൻഡും പോയതായിട്ട് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഓരോന്ന് ഇക്കിമോച്ചു, സൂപ്പർ ട്രെൻഡ്, പ്രൈസ് ബ്രാൻഡ്, എൻവലപ്പ്, ബോളിഞ്ചർ ബാൻഡ്, പാരാബോളിക് SAR അങ്ങനെയുള്ള സാധനങ്ങളും, അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ആരോൺ ഓസിലേറ്റർ അങ്ങനെയുള്ള സാധനങ്ങളും, മൂവിങ് ആവറേജിൻ്റെ കാറ്റഗറിയും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ ആയല്ലേ, ഇപ്പോൾ തന്നെ എത്ര സമയമായെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട് ഇത് പഠിക്കാനായിട്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വേറെ ആ സ്ക്രീനിലേക്ക് ഒരുപാട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കും ചിലപ്പോൾ അത് ബോറടിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യതയും കുറവാണല്ലേ, എല്ലാം പഠിക്കാനുള്ള. SRM കോൺട്രാക്റ്റ്, ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച ഒരു സാധനമാണ്. എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റോക്ക് കേട്ടോ SRM കോൺട്രാക്റ്റ്. ഇന്ന് ബ്രേക്ക് ഔട്ടിലേക്ക് പോയി. SRM കോൺട്രാക്റ്റ് നമ്മൾ എനിക്കൊന്ന് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ കണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. ഞാൻ എവിടെയൊക്കെയോ ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, രസം കണ്ടപ്പോൾ പറഞ്ഞു മാത്രമേ, സ്റ്റോക്കിനെ പറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടും. ഇനിയും ഒരുപാട് സ്ക്രീനേഴ്സ് കാര്യങ്ങൾ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ, സേവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു, റൺ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി വേറെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു സംഭവം കൂടെ പറഞ്ഞു തരട്ടെ. ഇവിടെ 1 ഇയർ ചാർട്ടാണ്. ഇത് വേണേൽ ഓൾ ഡേറ്റ ചാർട്ട് മന്ത്ലി, ഇത് ഞാൻ എപ്പോഴും നോക്കുന്നതാണ്. അപ്പോൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇതിപ്പോൾ ആ സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ടാണ്. ഏതാണ്ട് ഒരു 2007 മുതൽ 2020 ഇപ്പോൾ വരെയുണ്ട് ചാർട്ട് കേട്ടോ. മന്ത്ലി ചാർട്ട് നമുക്ക് കാണാൻ പറ്റും.
200 ഡേ മൂവിങ് ആവറേജാണ് നമ്മളിവിടെ ഇങ്ങനെ കാണുന്നത്. കണ്ടോ, ഇത് 200 ഡേ മൂവിങ് ആവറേജാണ് കാണുന്നത്. അപ്പോൾ മന്ത്ലി ചാർട്ടിൽ അത് താഴേക്ക് പോയിട്ട് പിന്നീട് കയറി വരുന്ന ഇങ്ങനെയൊക്കെ ഓരോ സ്ക്രീനറും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കണ്ടോ, കയറി വരുന്നുണ്ടോ. ഇപ്പോൾ ഇവിടെ 200 ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ മന്ത്ലി ചാർട്ട് ഒരു ക്ലോസിങ് കിട്ടിയതിന് ശേഷം അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഇവിടെ ഇവിടെ കണ്ടോ, അവിടെയും ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ക്ലോസിങ് കിട്ടിയതിന് ശേഷം അത് പറന്നു അല്ലേ എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം പറക്കുമോ? ഇല്ല. അതാ ഇവിടെ പറന്നില്ലല്ലോ, ഇവിടെ പറന്നില്ലല്ലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇവിടെ അങ്ങനെ കിട്ടിയതിന് ശേഷം പറന്നു. അങ്ങനെയൊക്കെ നമുക്ക് വേണേൽ വെക്കാം. ഓക്കെ, ഓരോരോ സ്ക്രീൻ. പക്ഷേ ഫെയിലാകാനുള്ള സാധ്യത കുറയും. അതൊക്കെയാണ് ഓരോ ഇതിൻ്റേത്. അപ്പോൾ അങ്ങനെ മന്ത്ലി ചാർട്ട് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓൾ ഡേറ്റ മന്ത്ലി കൊടുക്കാം. ഇനിയിപ്പോൾ ഓൾ ഡേറ്റ തന്നെ കൊടുക്കണമെന്നില്ല. ഇതൊരു നല്ല രസമുണ്ടല്ലോ. SRM ഇപ്പം ഞാൻ പറഞ്ഞ സാധനമാണ്. ഓൾ ഡേറ്റ തന്നെ കൊടുക്കണമെന്നില്ല. വീക്കിലി കൊടുക്കണോ, അതും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓൾ ഡേറ്റയ്ക്ക് പകരം 1 ഇയർ എടുത്തിട്ട് വീക്കിലി ചാർട്ട് അല്ലെങ്കിൽ മന്ത്ലി, ഇതെല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇപ്പോൾ ഇത് വീക്കിലി ചാർട്ടാണ് കാണുന്നത്. ഒരു വർഷത്തെ വീക്കിലി ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെന്താണ്, പിന്നെയും ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ചാർട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് കാര്യങ്ങൾ വരയ്ക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഇത് വെർട്ടിക്കൽ ലൈൻ കൊടുക്കണമെങ്കിൽ വെർട്ടിക്കലല്ല, ഇത് ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ടാണ് ആ ഒരു വര. അപ്പോൾ വരയ്ക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റ് ചാർട്ടുകളാണ് അല്ലേ, ചാർട്ടിംഗ് അല്ല, വേറെ ചാർട്ടുകൾ. ഇത് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ വരയ്ക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ആരോ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, അതിങ്ങനെ മാറ്റാൻ പറ്റും. ഈ ഒരു ആരോ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അത് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ വേണമെങ്കിൽ. പിന്നെ എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് ഈ എയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഴുതാൻ പറ്റും. സബ്സ്ക്രൈബ് മൈ ചാനൽ, SUBS അല്ലേ, CRIB, സബ്സ്ക്രൈബ് മൈ ചാനൽ. കണ്ടോ, എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എഴുതാൻ പറ്റും. എഴുതിയിട്ട് ഈ കർസർ താഴെ ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിതാ ആ സാധനം, ഈ സാധനം വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോയിട്ട് വെക്കാം. ഇപ്പോൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ട് പോയിട്ട് വെക്കാം. ഒരു ബോക്സ് വരയ്ക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ബോക്സ് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കണമെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിൻ്റെ നിറം മാറ്റണമെങ്കിൽ ഇങ്ങനെ ഇനി വരയ്ക്കുന്ന ബോക്സുകൾ ഈ നിറത്തിൽ, നീല നിറത്തിലായിരിക്കും. നീല, ഇവിടെ ഓരോ നിറങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. കണ്ടോ, ഇനി എന്താണ് ഇത്, ഫിബൊനാച്ചി. ഓക്കെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, സേവ് ചെയ്യാൻ ഞാൻ കാണിച്ചല്ലോ അല്ലേ, ഈ സാധനങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ആ സാധനം സേവ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് വെക്കാനും ഇങ്ങനെ കിട്ടി, സാധനം കിട്ടി, സേവ് ചെയ്തിട്ട് കിട്ടി. അപ്പം അത് പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഉള്ളതിന് ആൻസർ തന്ന് ഞാൻ വീഡിയോ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരകളൊക്കെ കാണണമെങ്കിലുണ്ടല്ലോ, ഇതിലൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ അലേർട്ട് അല്ല, ഡ്രോയിങ് ടൂള് ഡ്രോ ലൈൻസ്, ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പം എല്ലാം മാറിയില്ലേ, കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡ്രോ ലൈൻസ് ആണ്. ഓക്കെ, ഡ്രോ ലൈൻസ് അത് ഓൾറെഡി എനേബിൾ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോയി അതർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഗ്രിഡ്, വെർട്ടിക്കൽ ഗ്രിഡ്, ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഒരു സാധനം കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇവിടെ ചതുരങ്ങൾ വരും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളും ബോറടിച്ച് ഇത് കാണും. അപ്പോൾ കമൻറ്റിൽ അറിയിക്കുക. കമൻറ്റിൻ്റെ റിപ്ലൈ വേണമെങ്കിൽ ഓക്കെ ഷുവർ, അത് ഞാൻ ചെയ്യാം. ടാറ്റ, ബൈ ബൈ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. പിന്നെ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ എടുക്കുന്നവർ ഒന്ന് അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമത്തിൻ്റെ അകത്തു നിന്നുള്ള സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.